മൂന്ന് സ്ഥാനാർത്ഥികളും മോശമല്ല. മൂന്ന് സ്ഥാനാർത്ഥികളും കേരളത്തിൽ അറിയപ്പെടുന്നവരുമാണ്. അധ്യാവസാനം ഈ ഡിബേറ്റ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ല മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി തന്നെയാണ്. ഒരു കാൻഡിഡേറ്റിനെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ ഇരുത്തിക്കൊണ്ട് ഇത്ര ഇകഴ്ത്തേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ളൊരു ഭാഗമാണ് LDF അവരുടെ അണികളുടെ ഇടയിലും പൊതുജനത്തിനിടയിലും ഇതിനെ കൗണ്ടർ ചെയ്യാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു വിശദീകരണം. വിജയിയെ നിശ്ചയിക്കുന്നതിൽ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് വിഭാഗങ്ങൾക്ക് നല്ലൊരു പങ്ക് ഇത്തവണ ഉണ്ടാകും. സ്ത്രീകളുടെ ഇടയിൽ നിന്ന് കിട്ടിയൊരു ഫീഡ്ബാക്കാണ്. കുമ്മനം നിപ്പുണ്ട്. അവർ പറയുന്നത് ഇത് കുമ്മനം രാജശേഖരനല്ല, ഇത് ആറന്മുള രാജശേഖരൻ. ആറന്മുള മണ്ഡലം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ശക്തമായ ത്രികോണ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് സത്യത്തിൽ പറയാം. സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആറന്മുള. പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് LDF-നായിട്ട് മത്സരിക്കുന്നു. അതുപോലെ തന്നെ UDF-നായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് അബിൻ വർക്കി, BJP-ക്കായിട്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ എന്നിവരെത്തുമ്പോൾ ഒരു ശക്തമായ ത്രികോണ പോരാട്ടം അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ളൊരു ഫൈറ്റ് തന്നെയാണ് ആറന്മുളയിൽ നടക്കുന്നത്. ഇപ്പോൾ ആറന്മുള മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താനായിട്ട് മാതൃഭൂമി പത്രത്തിൻ്റെ ബ്യൂറോ ചീഫ് G രാജേഷ് കുമാറും അതുപോലെ തന്നെ മാതൃഭൂമി ന്യൂസ് ചാനലിൻ്റെ ബ്യൂറോ ചീഫ് CK അബ്ലാലും നമ്മളൊപ്പം ചേരുകയാണ്. രാജേഷേട്ടാ, എന്താണ് ഇപ്പോൾ ഉള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് ചിത്രം ആറന്മുളയിൽ? ഈ ആറന്മുളയിലെ ഒരു കാര്യം പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് വരെ ഏതാണ്ട് ഒരു സിംഗിൾ സ്റ്റേജ് ഫേസിൽ നിൽക്കുകയായിരുന്നു. പ്രഖ്യാപിച്ച് കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടാണ് അബിൻ വർക്കി, അപ്പോൾ ഡൽഹിയിലെ ചർച്ചകൾ കടന്ന് പത്തനംതിട്ട ഉരുളുകയായിരുന്നു. അതിൽ നിന്നൊരു ഔട്ട്കമാണ് അബിൻ വർക്കിയുടെ കാൻഡിഡേറ്റ്ഷിപ്പ് വരുന്നത്. അപ്പോൾ അബിൻ വർക്കി വരുന്നു എന്നുള്ള മുൻധാരണ പ്രചരിച്ചതോടുകൂടി ഇവിടെ ചില കലാപങ്ങളൊക്കെ ഉണ്ടായി. അതിനെയൊക്കെ ഒന്ന് ഡീൽ ചെയ്യുക എന്നുള്ള ഒരുപാട് ഡിസ്കഷൻസിലൂടെയാണ് അബിൻ വർക്കി വരുന്നത്. അത് കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോൾ എന്നിട്ടും NDA കാൻഡിഡേറ്റ് വന്നില്ല. NDA കാൻഡിഡേറ്റ് കുമ്മനം രാജശേഖരനാണ് എന്ന ഒരു പ്രചരണം നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ അതല്ല എന്ന് വന്നു. പിന്നെ അത് BDJS-ന് കൊടുക്കുന്നു എന്നുള്ള ഒരു ഘട്ടം വന്നു. ഇതൊക്കെ കഴിഞ്ഞ് മൊത്തത്തിൽ കൺഫ്യൂഷനായി കഴിഞ്ഞ് അവസാനം ആറന്മുള ഈക്വൽസ് കുമ്മനം എന്ന ലൈനിലേക്ക് BJP എത്തി. അപ്പോഴത്തേക്കിന് സീൻ മാറി. എല്ലാം ഫീൽഡ് ചെയ്തു. 3 കാൻഡിഡേറ്റ്സ് ഫീൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കേരളത്തിലെ ഇപ്പോൾ പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്ന തലത്തിലേക്ക് ആറന്മുള മാറുകയായിരുന്നു. 3 സ്ഥാനാർത്ഥികളും മോശമല്ല. 3 സ്ഥാനാർത്ഥികളും കേരളത്തിൽ അറിയപ്പെടുന്നവരുമാണ്. ഇതാണ് ആറന്മുളയിലെ മത്സരത്തിൻ്റെ ഒരു പൊതുചിത്രം. 3 പേരും പ്രധാന അറിയപ്പെടുന്നവരാണെങ്കിൽ പോലും ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഏറ്റവും വലിയൊരു ചർച്ച വന്നത് പ്രസ് ക്ലബ്ബിൽ നടന്ന ആ ഒരു വീണ ജോർജും അബിൻ വർക്കിയും തമ്മിൽ നടന്ന ഒരു ഡിബേറ്റാണ്. നിങ്ങൾ രണ്ടുപേരും ആ ഒരു ഡിബേറ്റിൽ സാക്ഷിയായവരാണ്. ശരിക്കും അവിടെ ആരായിരുന്നു ഒരു എഡ്ജ് നേടിയത്? അധ്യാവസാനം ഈ ഡിബേറ്റ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ല മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി തന്നെയാണ്. വീണ ജോർജാണ് തുടക്കം കുറിച്ചത് ഈ ചർച്ചയ്ക്ക്. അവർ രാജ്യാന്തര തലത്തിലുള്ള ആരോഗ്യവകുപ്പിൻ്റെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്കയേക്കാൾ മെച്ചപ്പെട്ട തരത്തിലുള്ള ശിശുമരണ നിരക്കിൻ്റെ കുറവ് അടക്കം അവതരിപ്പിച്ചു. മണ്ഡലത്തിലെ വികസനങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ നവീകരണം അടക്കമുള്ളവ അവതരിപ്പിച്ചു. പക്ഷേ അബിൻ്റെ ഭാഗത്തേക്ക്, അബിൻ്റെ അവസരത്തിലേക്ക് വന്ന സമയത്ത് അബിൻ പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, അതിലൊന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSUക്കാർ നടത്തിയ കരിങ്കൊടി പ്രതിഷേധം, അതുമായി ബന്ധപ്പെട്ട കേസുകൾ, വിവാദങ്ങൾ, അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിഷയങ്ങളാണ് അദ്ദേഹം മുൻതൂക്കം നൽകിക്കൊണ്ട് സംസാരിച്ചത്. സ്വാഭാവികമായി ആ ദൃശ്യങ്ങളും അടക്കം പ്രേക്ഷകരുടെ മുന്നിലുണ്ട്. അപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ അല്പം ഉറങ്ങിക്കിടന്ന ആ വിഷയത്തെ വളരെ സജീവമാക്കുകയും ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു ആവേശത്തോടു കൂടി തന്നെ അദ്ദേഹം അതിനെ അവതരിപ്പിക്കുകയും ചെയ്തു. ആ ഡിബേറ്റ് അധ്യാവസാനം കാണുമ്പോൾ നല്ല എഡ്ജ് UDF-ന് നേടാൻ സാധിച്ചു. അത് എത്രമാത്രം വീണ ജോർജിന് ഒരു നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്? മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ അത് കൃത്യമായി അവർ അവതരിപ്പിച്ചു. പക്ഷേ ഒപ്പം തന്നെ റോഡുകളുടെ കാര്യങ്ങൾ പറയുന്നു, ആരോഗ്യ മേഖലയിലെ കാര്യങ്ങൾ പറയുന്നു, സ്കൂളുകളുടെ കെട്ടിടങ്ങളുടെ കാര്യം പറയുന്നു. പക്ഷേ ഈ പറഞ്ഞ അബിൻ നമുക്കറിയാം ഡിബേറ്റുകളിലൂടെ വളർന്നു വന്ന കേരളത്തിലെ ഒരു യുവ നേതാവാണ്. അപ്പോൾ ആ ഒരു ടാലൻറ്റ് അയാൾ അവിടെ കാണിച്ചു. ഇത്രത്തോളം ഒരു കാൻഡിഡേറ്റിനെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ ഇരുത്തിക്കൊണ്ട് ഇത്ര ഇകഴ്ത്തേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ളൊരു ഭാഗമാണ് LDF അവരുടെ അണികളുടെ ഇടയിലും പൊതുജനത്തിനിടയിലും ഇതിനെ കൗണ്ടർ ചെയ്യാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു വിശദീകരണം. അതിലൊരു പരിധിവരെ അവർ അവരുടേതായ രീതിയിൽ വിജയിക്കുന്നുണ്ട്. ഇപ്പോൾ രാജേഷ് പറഞ്ഞ ഒരു കാര്യം, അതായത് ആരോപണങ്ങൾ ഓൺ ചെയ്തുകൊണ്ട് അതിനെ ഒരു കൗണ്ടർ ചെയ്യുന്ന ഒരു രീതി. പ്രത്യേകിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ചെറ്റത്തരം പരാമർശം വരുന്നു. അതേസമയം സുധാകരൻ അത്
ഓൺ ചെയ്തുകൊണ്ട് അത് വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ആ രീതിയിൽ ഒരു പുതിയ തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ നരേറ്റീവൊക്കെ രൂപപ്പെട്ട് വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കണ്ണൂരിലെ സംഭവം അടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ആ സമയത്ത് തന്നെ UDF കേന്ദ്രങ്ങൾ അവരുടെ ഹാൻഡിലുകൾ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇതൊരു വ്യാജമായ പ്രചരണമാണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയ വലിയ ക്യാമ്പയിൻ നടത്തി. അതൊരു പരിധി വരെ അവർക്കത് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്ന ഓരോ ഡെവലപ്മെൻറ്റുകളും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള മുന്നൊരുക്കം സോഷ്യൽ മീഡിയയിൽ UDF നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ അത് ഇപ്പം ചെറ്റത്തരമെന്നുള്ള പരാമർശം, അതോടൊപ്പം തന്നെ LDF അല്ലെങ്കിൽ CPM വിട്ടുപോകുന്ന നേതാക്കളുടെ പരാമർശങ്ങളൊക്കെ എടുത്തു കാണിക്കുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഒക്കെ മുൻകാലയളവിൽ സമാനമായ സാഹചര്യങ്ങൾ വന്നപ്പോഴുള്ള പ്രതികരണങ്ങൾ അതൊക്കെ തന്നെ സോഷ്യൽ മീഡിയയുടെ രീതിയിൽ പറഞ്ഞാൽ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ സൈബർ ഇടങ്ങളിൽ വലിയൊരു പ്രതിരോധം LDFനെതിരെ തീർത്തുകൊണ്ട് വരാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്, നല്ല അളവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. മാത്രമല്ല അതിനെ പ്രതിരോധിക്കാൻ വേണ്ടത്ര ബാക്കപ്പ് LDFൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. ഈ നമ്മൾ നേരിൽ കാണുന്ന തരത്തിലുള്ള പ്രചരണത്തിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരണങ്ങളുമുണ്ട്, കൗണ്ടർ പ്രചരണങ്ങളുമുണ്ട്. അതിൽ LDFോ UDFോ NDA ഒന്നും പിന്നിലല്ല എന്ന് തന്നെ പറയാം. ഇതുപോലെ തന്നെ ഈ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ കുമ്മനം രാജശേഖരൻ NDA സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം എങ്ങനെയായിരിക്കും ഇവിടുത്തെ വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കുക? NDAയുടെ കാര്യം പറഞ്ഞാൽ NDA ഇവിടുത്തെ നല്ല കാൻഡിഡേറ്റുകളെ, അതായത് ശക്തരായ കാൻഡിഡേറ്റുകളെ, കരുത്തന്മാരെ ഫീൽഡ് ചെയ്തിരിക്കുന്ന സമയങ്ങളിലൊക്കെ NDAയുടെ വോട്ട് ഷെയർ കൂടിയ ചരിത്രമാണ് ആറന്മുളയ്ക്കുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ 2016 വീണ ജോർജ്, ശിവദാസൻ നായർ, MD രമേശ്, ഈ 3 പേര് മത്സരിച്ച സമയത്ത് MD രമേശിന് 37,000 വോട്ടോളം കിട്ടി. പിന്നെ അടുത്ത കൊല്ലം പിന്നെ അടുത്ത് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് K സുരേന്ദ്രനായിരുന്നു ഇവിടെ മത്സരിച്ചത്, സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന K സുരേന്ദ്രൻ. അന്ന് 1,00,000 വോട്ടുകളായിട്ട് ഈ ആറന്മുള മണ്ഡലത്തിലെ വോട്ട് ഷെയർ ഉയർന്നു. പിന്നീട് വന്ന 2021 ബിജു മാത്യു എന്ന് പറഞ്ഞ താരതമ്യേന അദ്ദേഹം ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവാണെങ്കിൽ കൂടിയും നമുക്ക് എല്ലാവർക്കും ഒന്നും അത്ര പോപ്പുലറായിട്ടുള്ള ഒരാളായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൽ എത്തിയപ്പോഴൊക്കെ 20,000-നടുത്ത് വോട്ടിലേക്ക് സംഭവം ചുരുങ്ങി. അപ്പോൾ അതാണ് 29,000. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ശക്തന്മാരായ കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ ആറന്മുളയിലെ NDA വോട്ടുകൾ എങ്ങോട്ടും പോവില്ല. NDA വോട്ടുകൾ എങ്ങോട്ടും പോകുന്നില്ല. BJP ഒരു കിട്ടേണ്ട വോട്ടുകൾ കറക്റ്റായിട്ട് പിടിച്ചു നിർത്താൻ കരുത്തരായ സ്ഥാനാർത്ഥികൾക്ക് പറ്റുന്നു. കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ എനിക്ക് സ്ത്രീകളുടെ ഇടയിൽ നിന്ന് കിട്ടിയൊരു ഫീഡ്ബാക്കാണ്. കുമ്മനം നിൽപ്പുണ്ട്, അവർ പറയുന്നത് ഇത് കുമ്മനം രാജശേഖരനല്ല, ഇത് ആറന്മുള രാജശേഖരനാണ് എന്നൊരു നറേറ്റീവിൽ അല്ലെ ആ രീതിയിലൊരു കാഴ്ചപ്പാടിൽ ആളുകൾ അവിടെ കാണുന്നുണ്ട്. കിട്ടേണ്ട വോട്ടുകൾ കിട്ടുകയും വ്യക്തി സ്വാധീനത്തിലൂടെ കുമ്മനം വോട്ട് കൂട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് ആറന്മുള മണ്ഡലം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ശക്തമായ ത്രികോണ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് സത്യത്തിൽ പറയാം. വിജയിയെ നിശ്ചയിക്കുന്നതിൽ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് വിഭാഗങ്ങൾക്ക് നല്ലൊരു പങ്ക് ഇത്തവണ ഉണ്ടാകും. കാരണം ഹൈന്ദവ വോട്ടുകൾ, പ്രത്യേകിച്ച് BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ മത്സരിക്കുമ്പോൾ NDAയുടെ വോട്ടുകളിൽ കാര്യമായ ചോർച്ച ഇക്കുറി ഉണ്ടാകാൻ സാധ്യതയില്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ.